Morning, sir. Welcome to the show. Morning, Anla. Morning, viewers. സർ, ആദ്യം തന്നെ നമുക്ക് യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. യു എസ് വിപണിയിൽ ഇന്നലെ ഒരു പോസിറ്റീവ് ടോൺ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ എൻവിയുടെ റിസൾട്ടുകളൊക്കെ വരാനിരിക്കെ വളരെ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൗ ജോൺസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്കും 0.16% വളരെ നേരിയ നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ സൂചികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? പ്രത്യേകിച്ചും ഇന്നും നാളെയുമായിട്ടൊക്കെ കോർ PC ഡേറ്റകളൊക്കെ വരാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സൂചികളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് കാണുന്നത് അമേരിക്കൻ വിപണികളിൽ ഒത്തിരി റിക്കവറി, നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും വന്നിരുന്നു. ബട്ട് കഴിഞ്ഞ 1-2 സെഷൻസിൽ എസ്പെഷ്യലി നാസ്ഡാക്ക് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ ആയിരുന്നു. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ആ കറക്ഷന്റെ ലാസ്റ്റ് ഫേസ് എത്തിക്കഴിഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് പുതിയൊരു മൂവ്മെന്റ്, അപ്വേർഡ് മൂവ്മെന്റ് ഈ രണ്ട് ഇൻഡെക്സിലും കാണാൻ സാധിക്കും. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ടത് മിനിഞ്ഞാന്ന് നമുക്ക് നൽകിയ പുതിയ ഓൾ ടൈം ഹൈ ലെവൽ 41,420 പോയിന്റ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 41,700, അതിനെ തുടർന്ന് 41,900 പോയിന്റിലും ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽസ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എത്തുമ്പോഴേക്കും കഴിഞ്ഞ 3 സെഷനിലെ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്മീഡിയറ്റ് ഒരു ട്രിഗർ എന്ന് പറയുന്നത് 19,730 പോയിന്റ് ആയിരിക്കും. 19,730 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 19,890, അതിനെ തുടർന്ന് 20,400, അതിനെ തുടർന്ന് 20,900 പോയിന്റിലും ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നാസ്ഡാക്ക് ഇൻഡെക്സ് 20,900 പോയിന്റ് വരെ എങ്കിലും എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ വിപണിയിൽ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കമോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ചും ക്രൂഡിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഒരു മുന്നേറ്റം തന്നെ ഒരു പോസിറ്റീവ് ടോണിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ വലിയ തോതിൽ ക്രൂഡ് വിപണിക്ക് ഒരു ഉണർവ് നൽകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ WTI ക്രൂഡ് വളരെ ഫ്ലാറ്റായി $75.61 എന്നൊരു നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രെൻഡ് $78.74 എന്ന നിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ക്രൂഡ് ഓയിലിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ ഇടയായി. ബട്ട് WTI ക്രൂഡിന്റെ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ $78 ലെവലിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഇൻഫാക്ട് ഇന്നലെ ക്രൂഡിന്റെ കേസിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ആരംഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ക്രൂഡിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $74 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സർ, ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ളൊരു രണ്ടാമത്തെ ദിവസം ഒരു കൺസോൾട്ടേഷൻ മോഡിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ 2,550.35 എന്ന നിലയിലാണ് ട്രോയ് ഔൺസിനെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ട് 0.1% മാത്രം ഒരു മാർജിനൽ ഇടിവാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോൾഡ് ഫ്യൂച്ചേഴ്സിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്വർണം നമുക്ക് ഓഗസ്റ്റ് 20 ആയിരുന്നു ഓൾ ടൈം ഹൈ നൽകിയ $2,570. അതിനുശേഷം കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ ഏകദേശം അതേ ലെവലിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,535 ലെവലിൽ ഒരു സ്റ്റോപ്പ് സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ളൊരു രണ്ടാമത്തെ ദിവസവും ഒരു ഹയർ ഹൈസ് ഫോം ചെയ്തുകൊണ്ടായിരുന്നു നിഫ്റ്റി 50 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാം. 25,000 എന്നൊരു ലെവൽ ഒരു ശക്തമായിട്ടുള്ളൊരു റെസിസ്റ്റ് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ ആക്ട് ചെയ്തിരുന്നതായിട്ടും കാണാം. ഒരു ഡേ ഹൈയിലേക്ക് നോക്കുകയാണെങ്കിൽ 25,073.1 എന്നൊരു നിലയായിരുന്നു ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓൾ ടൈം ഹൈയിൽ നിന്നും 5 പോയിന്റിന് താഴെ മാത്രമാണ് 5 പോയിന്റ് ദൂരം മാത്രമാണ് നിഫ്റ്റിക്ക് മുന്നിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്?
അല്ല, നിഫ്റ്റി 50യുടെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഞാൻ കഴിഞ്ഞ ഒത്തിരി സെഷൻസ് ആയിട്ട് സൂചിപ്പിക്കുന്നത് രണ്ട് മേജർ സ്റ്റോക്സിൽ ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നില്ല. അതായത് ഒന്ന് HDFC ബാങ്കും രണ്ടാമത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു രണ്ട് സ്റ്റോക്കിൽ ഒരു നല്ല മൂവ്മെന്റ് വന്നാലേ ശക്തമായിട്ടൊരു മൂവ്മെന്റ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അണ്ടർടോൺ ഇൻ നിഫ്റ്റി 50 വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. നിഫ്റ്റി 50യുടെ ഓൾ ടൈം ഹൈ 25,078 പോയിന്റിലാണ് നിലനിൽക്കുന്നത്. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ, ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ആ ലെവല് ബ്രേക്ക് ചെയ്യപ്പെടും. അത് പെട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 25,300 പോയിന്റും അതിനെ തുടർന്ന് 25,500 പോയിന്റും ആൻഡ് മൈ എക്സ്പെക്ടേഷൻ നിഫ്റ്റി 50 25,500 ലെവൽ വരെ എങ്കിലും എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സർ, നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണ്. നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ തന്നെ HDFC ബാങ്ക് ഇന്നലെ കാര്യമായിട്ടൊരു സപ്പോർട്ട് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം ICICI ബാങ്ക് ഓഹരികൾക്കായിരുന്നു നമുക്ക് ശക്തമായിട്ടൊരു സപ്പോർട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു വ്യാപാരം നോക്കുകയാണെങ്കിൽ 50,900 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്കിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 51,278.75 എന്ന നിലയിലുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രത്യേകിച്ച് HDFC ബാങ്ക് സർ പറഞ്ഞതുപോലെ തന്നെ അത്ര ഒരു പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ഉയരാത്തൊരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഒപ്പം തന്നെ താങ്കളുടെ ഫോക്കസിൽ ഈ ഒരു സൂചികയിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇതിന്റെ ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് 51,600 പോയിന്റിലാണ്. 51,600 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മൂവ്മെന്റ് തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവലിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 50,900 പോയിന്റ്. 50,900ന്റെ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഒരു പ്രോബ്ലം വരുമെന്ന്. ഫ്രം ദ ബാങ്കിങ് സെക്ടർ എന്റെ ശ്രദ്ധയിലോട്ട് ഒത്തിരി ബാങ്കിങ് സ്റ്റോക്സിൽ ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ട്. HDFC ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും റൈറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ്. അത് കൂടാതെ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ 255 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഉള്ളത് സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്പേസിൽ നിന്നും യൂക്കോ ബാങ്കിന്റെ കേസിൽ നല്ലൊരു സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. യൂക്കോ ബാങ്കിന്റെ കേസിൽ 52 രൂപ 50 പൈസയായിരിക്കും ആദ്യത്തെ റെസിസ്റ്റൻസ്. അതിനുശേഷം 54 രൂപ. ആൻഡ് സ്മോൾ ഫൈനാൻസ് ബാങ്കിങ് സ്പേസിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ വീണ്ടും ഇന്നലെ നമുക്കൊരു സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. തീർച്ചയായിട്ടും ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 52 രൂപ 25 പൈസ. ലിവ് ലോങ് വെൽത്ത് സംഘടിപ്പിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാരത് ഓപ്ഷൻ ട്രേഡേഴ്സ് സമ്മിറ്റ്. അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 7:30 വരെ നീണ്ടു നിൽക്കുന്ന മെഗാ ഇവന്റിൽ ഹരിപ്രസാദ് കെ, ഷിജുമോൻ ആന്റണി, IT ജഗൻ, ഷാരിഖ് ഷംസുദ്ദീൻ, സുനിൽ മത്തായി തുടങ്ങി ട്രേഡിംഗ് ലോകത്തെ പ്രമുഖർ അണിനിരക്കുന്നു. ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡേഴ്സ് സമ്മിറ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാൻ ഞങ്ങളെ ബന്ധപ്പെടുക. പരിമിതമായ സീറ്റുകൾ മാത്രം. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ഇപ്പോൾ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കാസ്ട്രോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. കാസ്ട്രോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ഷോർട്ട് ആൻഡ് ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? കാസ്ട്രോൾ ഇന്ത്യ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക്. ഇറ്റ്സ് എ ഗ്ലോബൽ കമ്പനി. ഫൈനാൻഷ്യൽസ് നല്ല സ്ട്രോങ് ഫൈനാൻഷ്യൽസ്, നല്ല പ്രോഡക്റ്റ്, നല്ല ബ്രാൻഡ് വാല്യൂ. സോ ഏത് പോർട്ട്ഫോളിയോയിലും ലോങ് ടേമിന് വേണ്ടി നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് കാസ്ട്രോൾ ഇന്ത്യ. ആൻഡ് ഇന്നലെ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും ഈ സ്റ്റോക്കിൽ കാണാനിടയായി. ഇനി ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽസ് 290, അതിനെ തുടർന്ന് 297, അതിനെ തുടർന്ന് 314 രൂപയും. സർ, ഒപ്പം തന്നെ മസീന എന്ന പ്രേക്ഷക ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം
ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 45 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്ന 51 രൂപ 50 പൈസ. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചത്. ഇന്നലെ ഒരു ഇടിവിലായിരുന്നു ഫെഡറൽ ബാങ്ക് ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെഡറൽ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫെഡറൽ ബാങ്കിന്റെ അണ്ടർടോൺ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5-8 സെഷൻസ് ആയിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 196 രൂപ ആൻഡ് ഇന്നലെ ആ ഒരു സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബുള്ളിഷ് ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്നത്തെ വ്യാപാരത്തിൽ 201 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 201ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 207 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ ലെവലിലോട്ട് തന്നെ എത്തിച്ചേരും. ഒന്നിലധികം പ്രേക്ഷകർ സൊമാറ്റോയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1% ഇടിവിൽ 255.75 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൊമാറ്റോയിലുള്ള താങ്കളുടെ ഒരു കമന്റ് എന്താണ്? Zomato long-term trend continues to be very bullish. But ഓഗസ്റ്റ് 19 നമുക്കൊരു ഓൾ ടൈം ഹൈ 280 രൂപയിൽ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 246 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ആലിസ് എന്ന പ്രേക്ഷക ലൈക്ക ലാബ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2.5% ഇടിവിലായിരുന്നു ഈ ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 149 രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ് സൈസിൽപ്പെട്ട ലൈക്ക ലാബ്സിനെ പറ്റിയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ലൈക്ക അല്ല പറഞ്ഞതുപോലെ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇന്നലെയും എൻ്റെ അടുക്കെ സംസാരിച്ചിരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് 2021-ലും 2022-ലും ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടന്നിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതിനുശേഷം 2022-ലും 2023-ലും ആൻഡ് ഈ കഴിഞ്ഞ മാസം 2024 ജൂലൈ മാസം വരെ ഈ സ്റ്റോക്ക് ഒരു ബ്രോഡ് സൈഡ് വേസ് മൂവ്മെന്റിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തിനിടയ്ക്കാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. പേഴ്സണലി ഇത്തരം സ്റ്റോക്കിൽ ഐ എം നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. ബട്ട് എങ്കിലും ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോൾ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് 137 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ അടുത്തൊരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് 160 രൂപയിലാണ്. അലിമോൻ എന്ന പ്രേക്ഷകൻ കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 23 ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്ന ഓഹരി കൂടിയാണ് കോൾ ഇന്ത്യ. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 0.5% നേട്ടത്തോടു കൂടിയാണ്. കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾ ഇന്ത്യ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് അല്പം സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് 543 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു വലിയ മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 519 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് LT ഫുഡ്സ് ഷെയർ പ്രൈസുമായി LT ഫുഡ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്മോൾ ക്യാപ് ഓഹരി കൂടിയാണ് LT ഫുഡ്സ്. LT ഫുഡ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? LT ഫുഡ്സ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് നമുക്ക് വേറെ നെഗറ്റീവായിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 360 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തെന്നാൽ ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് വലിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല.
ശ്രീഹരി എന്ന പ്രേക്ഷകൻ ജിൻഡാൽ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.5% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് ജിൻഡാൽ സ്റ്റീലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ജിൻഡാൽ സ്റ്റീലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജിൻഡാൽ സ്റ്റീൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ ഒരു 5-6 സെഷൻസിൽ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 1000 രൂപയില. 1000ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് ആദ്യത്തെ 1040, 1060, 1100. സർ, ഷെഫീഖ് എന്ന പ്രേക്ഷകൻ സി എന്റർടൈൻമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 11.5% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ സോണി സീലേറ്റിന് പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒരു എഗ്രിമെന്റിലേക്ക് എത്തി എന്നതടക്കമുള്ള അപ്ഡേറ്റ്സും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സി ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു വലിയൊരു മൂവ്മെന്റ് ഇസ് ഓൺലി ബിക്കോസ് ആ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് പേഴ്സണലി എനിക്ക് അതല്ലെങ്കിൽ സിയുടെ മാനേജ്മെന്റ് ആയിട്ട് ഐ എം നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ ഐ എം നോട്ട് കംഫർട്ടബിൾ. സിക്കെതിരെ സെബിയുടെ പല നടപടികളും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇത്തരം സ്റ്റോക്സിൽ പേഴ്സണലി ഞാൻ പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാറില്ല. ബട്ട് എങ്കിലും സ്പെക്കുലേഷന് വേണ്ടി ആരെങ്കിലും പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 180 രൂപയായിരിക്കണം മേജർ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആൻഡ് ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 135 രൂപയിൽ 125 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ത്രിഭുവൻ ദാസ് BMG സവേരി അഥവാ TBZ എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5% നേട്ടത്തിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ത്രിഭുവൻ ദാസ്, രാധിക ജുവൽ ടെക്, കല്യാൺ ജുവലേഴ്സ്, RBZ ജുവലേഴ്സ്, മോട്ടിസൺ ജുവലേഴ്സ് മുതലായ സ്റ്റോക്സിലൊക്കെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്ന സ്റ്റോക്സാണ്. നൗ മെജോറിറ്റി ഓഫ് ദീസ് സ്റ്റോക്സിന്റെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് അതെല്ലാം തന്നെ സ്മോൾ ക്യാപ്പാണ്. ആൻഡ് ബഡ്ജറ്റിന് ശേഷം ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് ഈ സെക്ടറിലോട്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ TBS നിലനിർത്തുക, പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വ്യാപാരത്തിന് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 190 ഇതിന്റെ അടുത്ത 2 റെസിസ്റ്റൻസ് ലെവൽസ് 220, 235. മറ്റൊരു പ്രേക്ഷകൻ CDSLുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി 7% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒക്ടോബർ 23 ഒരു 52 വീക്ക് ഹൈ ഓഗസ്റ്റ് 23 ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. CDSLുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഇന്നലെ CDSL നേട്ടമല്ലായിരുന്നു. ഇന്നലെ മെഞ്ഞാന്നും ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാനിടയായത്. ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കമ്പനി ഒരു ബോണസ് അടുത്ത് ഡിക്ലെയർ ചെയ്തിരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിൽ ഒത്തിരി പുതിയ ലിക്വിഡിറ്റി ആൻഡ് സെല്ലിംഗ് പ്രഷർ നേരിടാൻ നല്ല ചാൻസസ് ഉണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1420 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 2 മേജർ റെസിസ്റ്റൻസ് 1600, അതിനെ തുടർന്ന് 1685. ജോർജ് ജോസഫ് എന്ന പ്രേക്ഷകൻ IREDAയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IREDAയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? IREDA നമുക്ക് ഓൾ ടൈം ഹൈ നൽകിയത് ജൂലൈ 15 ആയിരുന്നു. അത് 310 അതിനുശേഷം ഒരു മാസം 1.5 മാസം നീണ്ടു നിന്ന ഒരു കറക്ഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്റെ ഒരു വിശ്വാസം നമ്മൾ ആ കറക്ഷന്റെ ലാസ്റ്റ് ഫേസിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 263 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 285, 80, അതിനെ തുടർന്ന് 285, 300. ആൻഡ് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 247 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മഞ്ജു എന്ന പ്രേക്ഷക RVNLുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. RVNLുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? Similar pattern like IREDA.
ഈ ഒരു സ്റ്റോക്കിലും ജൂലൈ 15-ാം തീയതി ആയിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച 647 രൂപയിൽ. അതിനുശേഷം ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് മാറിയിട്ടുണ്ട്. ഈ അടുത്ത 3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 602 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഒരു വലിയ മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ എൻ്റെ അടുക്ക് RVNL കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റ് പല റെയിൽവേ സ്റ്റോക്സും എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് റെയിൽ ടെല്ലിന്റെ കേസിൽ ഇതേപോലെ ഒരു സൈഡ് വൈസ് പാറ്റേണിൽ നിന്നും അതൊരു ബ്രേക്ക് ഔട്ടിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇന്നത്തെ വ്യാപാരത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 508 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ ടാർഗറ്റ് 525-ഉം അതിനെ തുടർന്ന് 535-ലും ആയിരിക്കും. യെസ്, ഒന്നിലധികം പ്രേക്ഷകർ സുസ്ലോണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം 1.5% അടുത്ത നേട്ടത്തിലായിരുന്നു ഈ റോക്കറി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 77.52 എന്ന നിലയിൽ സുസ്ലോണിനുള്ളിൽ ഇനി പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സുസ്ലോണിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5-8 സെഷനായിട്ട് ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 73.50 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ 80.75 മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. റോയ് ജോർജ് എന്ന പ്രേക്ഷകൻ ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ മികച്ച ഒരു മുന്നേറ്റം നടത്താനായിട്ട് ടാറ്റ എലക്സിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ എലക്സിയിൽ കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്ക് വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 9,200 രൂപ. ആൻഡ് ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ആൻഡ് നമ്മൾ ആ ഒരു വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി പൊസിഷൻ എടുത്തതായിരുന്നെങ്കിൽ 9,200, 9,250 ആ ഒരു റേഞ്ചിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ കറക്ഷന് ശേഷം വീണ്ടും ഒരു വലിയ മൂവ്മെന്റ് ഞാൻ ടാറ്റ എലക്സിയിൽ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഇത് 10,000 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് വരെ എങ്കിലും എത്തിച്ചേരുമെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജിയോജിത്തിലുള്ള താങ്കളുടെ ഒരു ലോങ് ടൈം ടേക്ക് എന്താണ്? ജിയോജിത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ജൂലൈ 16-ാം തീയതി ആയിരുന്നു എൻ്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്ന 125 രൂപ 50 പൈസ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ സ്റ്റോക്ക് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും, പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. 125.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 130, 135, 140. സർ, ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. നിരവധി ക്വയറീസ് ആണ് എത്തുന്നത്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. എന്നിരുന്നാൽ പോലും കഴിവിൻ്റെ പരമാവധി ക്വയറീസ് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഈ ക്വയറീസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിരിക്കുന്നു. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.